everybody, welcome back to my YouTube channel. കുറേ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്, കുറേ കാലമായി. നാട്ടിൽ നിന്നാണ് ഞാൻ ലാസ്റ്റ് വ്ളോഗ് ഇട്ടത്. എന്താ അറിയില്ല, കുറച്ചായിട്ട് ഇങ്ങനെ ലോങ് വ്ളോഗ്സ് ഇടാൻ ഭയങ്കര മടിയാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ ലോങ് വ്ളോഗ്സ് ഇടാത്തത്. ഒന്ന് മടി, പിന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ യുനോ for me it really takes time to get back on track. തിരിച്ചു വന്നല്ലോ പണ്ടാരം. പിന്നെന്താ, തിരിച്ചു വന്നതിൽ ചില കാര്യങ്ങളിൽ സന്തോഷമുണ്ട്, പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു വന്നതിൽ ചില കാര്യങ്ങളിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് യുനോ. അപ്പം അതുകൊണ്ടാണ് കുറേ വീഡിയോസൊന്നും ഇടാത്തത്. ഐ എം സ്റ്റിൽ ടേക്കിംഗ് സം ടൈം ഓഫ് ഫ്രം സോഷ്യൽ മീഡിയ. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കുറേ വീഡിയോസൊന്നും ഇടുന്നില്ല, ഐ നോ ദാറ്റ്. പക്ഷെ നമ്മൾ ഇടും. ഇന്നത്തെ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിവിടെ പുറത്ത് ഫുള്ള് പുകയാണ്. ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ അറിയില്ല ക്യാമറയിൽ, പക്ഷേ പുറത്ത് ഫുള്ള് പുകയാണ്. കാരണം സെസ്കാച്ചുവൻ, ഞാൻ നിൽക്കുന്ന പ്രോവിൻസിൻ്റെ നോർത്തിൽ വൈൽഡ് ഫയേഴ്സ് വന്നിട്ട്, ഇവിടെ എല്ലാ സമ്മറിലും അങ്ങനെ വൈൽഡ് ഫയർ വരും. അപ്പം അത് കാരണം വൈൽഡ് ഫയർ വന്നിട്ട് ആ പുക ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചതാണെന്ന് തോന്നുന്നു. ഇന്നലെ എല്ലാം ഫുള്ള് പുകയായിരുന്നു, അതുകൊണ്ട് ജനൽ തുറന്നിടാൻ പറ്റുന്നില്ല. ഇറ്റ്സ് സമ്മർ സ്പ്രിങ് ഇൻ റെജൈന. അപ്പം പുറത്ത് നല്ല കാലാവസ്ഥയാണ്, നമുക്ക് ജനലെല്ലാം ഫുള്ള് തുറന്നിടാം. പക്ഷേ ഈ പുക കാരണം തുറന്നിടാൻ പറ്റുന്നില്ല. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഇപ്പം എനിക്കിന്ന് പനിയാണ്. I'm sick, I'm having fever, sore throat, body pain. അതുകൊണ്ട് ഇന്ന് ജോലിക്കൊന്നും പോയില്ല, പനി ആയതുകൊണ്ട്. ഇപ്പോൾ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഫോ കഴിക്കണം. എൻ്റെ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലും ഇടാറുണ്ട്. ഫോ ഇത് വിയറ്റ്നാമീസ് ഡിഷാണ് ഫോ എന്ന് പറയുന്നത്. ഇത് ബീഫ് ബ്രോത്തിൽ ഇങ്ങനെ നൂഡിൽസൊക്കെ ഇട്ടിട്ട്, ഇറ്റ്സ് വെരി ഗുഡ്. ഒരു സൂപ്പ് പോലെയാണ്. അപ്പോൾ പനിയെല്ലാം വരുമ്പം ചൂടോടെ കുടിക്കാൻ ഭയങ്കര ഒരു സുഖമാണ്. ഒരു മനസ്സിനും ശരീരത്തിനും ഒരു ആശ്വാസം കിട്ടും. അപ്പം ഇന്നലെ അത് വാങ്ങിയതാണ്. അപ്പം ഇന്നലെ എനിക്ക് രാത്രി ഭയങ്കര വയ്യായിരുന്നു, അപ്പോൾ കുറേ ഒന്നും കഴിക്കാൻ പറ്റിയില്ല, കുടിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് എൻ്റെ ബാക്കി കഴിക്കുന്നത്. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, വി ഹാവ് ടു ഡു എ ഫ്യൂ തിങ്സ്. ഈ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് സമ്മർ ആകുമ്പം നമ്മൾ കാനഡയിൽ ഞാൻ ചെയ്യുന്ന ചില റുട്ടീൻ സാധനങ്ങളുണ്ട്. സോ ജാക്കറ്റും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി എടുത്ത് വെക്കണം. പിന്നെ ഞാൻ വിൻ്റർ ബൂട്ട്സ്, മക്ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് ഇടുന്ന ബൂട്ട്സാണ് ഞാൻ ഇടുന്നത്. അത് ലെതറാണ്. അപ്പം അത് വൃത്തിയാക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക തരത്തിലാണ് വൃത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ അത് കേടായി പോവും. കുറച്ച് എക്സ്പെൻസീവ് ആണത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വിൻ്റർ ടു സ്പ്രിങ് സമ്മർ ആ ട്രാൻസിഷനിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ റിയലി ഹോപ്പ് ഇങ്ങനത്തെ ലോങ് വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കാണുമ്പം ഒരുപാട് സന്തോഷം ആകുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് ഫോ കഴിക്കാം. ഈ ഫോല് ബീഫ് ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം തരും. അവരുടെ മെനുവിൽ എഴുതിയിട്ടുള്ളതാണ് അങ്ങനെ, ബീഫ് ബോൾസ്, ബീഫ് ബ്രിസ്ക്കറ്റ്. അപ്പോൾ എനിക്ക് ഈ ബീഫ് ബ്രിസ്ക്കറ്റിനെക്കാളും ഇഷ്ടം ബീഫ് ബോൾസ് ആണ്. ഐ റിയലി ഡോണ്ട് നോ ഇഫ് ദിസ് ഈസ് ലൈക്ക് റിയൽ ബീഫ് ബോൾസ്. പക്ഷേ ഇത് ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇത് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ചിരി വരും. ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ ഞാൻ കുറേ ചിരിക്കും. പക്ഷെ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മൃഗത്തിൻ്റെ എല്ലാ അവയവങ്ങളും നമ്മൾ അതിനെ കൊന്നു തിന്നുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണം എന്നാണല്ലോ. അപ്പം ബീഫ് ബോൾസ് ആണിത്. ഇത് ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര എന്ന് തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ ഇതുവരെ ആ കടയിലുള്ള അവരോട് ചോദിച്ചിട്ടില്ല, ഇസ് ദിസ് ലൈക്ക് റിയൽ ബീഫ് ബോൾസ് ഓർ ഇത് നിങ്ങൾ ഈ ബീഫിൻ്റെ മിൻസ്ഡ് ചെയ്ത മീറ്റ് ഇങ്ങനെ ഉണ്ടയാക്കി ഉരുട്ടിയിട്ട് ഇതിനകത്ത് ഇടുന്നതാണോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ അവരോട് എന്തായാലും ചോദിക്കും, ആ കടക്കാരോട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ചില സാധനങ്ങൾ ഇങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര
എന്ന് തോന്നും. പക്ഷെ അറിയാണ്ട് അത് കഴിക്കുമ്പം വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈ ഇൻ പ്രോട്ടീൻ ആണെന്ന് തോന്നുന്നു. ഈ സൂപ്പ് കുടിക്കുമ്പം എനിക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങനെ ഒച്ച ഉണ്ടാക്കി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് നമ്മൾ സൂപ്പ് കുടിക്കേണ്ടത്, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അങ്ങനെ കുടിക്കാൻ പാടില്ല. സ്ലർപ്പ് ചെയ്ത് കുടിക്കണം. ഓക്കെ, സോ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായി. ഇനി നമുക്ക് നമ്മളുടെ കാര്യപരിപാടികളിലേക്ക് കിടക്കാം. സോ ഇതാണ് എൻ്റെ മക്ലക് വിൻ്റർ ബൂട്ട്സ് ആണ് എൻ്റെ ഇത് മാനിറ്റോബ അതന്നെ മാനിറ്റോബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. സോ ദീസ് ആർ മൈ വെരി ഒത്തൻറ്റിക് നേറ്റീവ് അമേരിക്കൻ മക്ലക് ബൂട്ട്സ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വൃത്തിയാക്കുന്നതിനൊരു പ്രത്യേക രീതിയിലുണ്ട്. സോ ഐ ഗോട്ട് ദിസ് ക്ലീനിങ് സെറ്റ് ഫ്രം ദ സെയിം ബ്രാൻഡ്. ആൻഡ് ഇതിനകത്ത് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ക്ലീനിങ് സംഭവങ്ങളുണ്ട്. അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ലെതർ പാർട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഭയങ്കര ഡേർട്ടി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു വിൻ്റർ മൊത്തം ഇട്ടല്ലേ, ഫുള്ള് ചളിയായിട്ടുണ്ട്. അപ്പം നമുക്കിത് വൃത്തിയാക്കാം. സോ ഈ ക്ലീനിങ് സാധനത്തിൽ ഒരു കുട്ടി ടവൽ ഉണ്ട്. പിന്നെന്താ ഉള്ളത്, ഒരു ബ്രഷ്. സോ ഞാൻ ആക്ച്വലി സാധാരണ ഷൂസിന് യൂസ് ചെയ്യുന്ന ബ്രഷ് ഈ മക്ലക്കിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കി. ബട്ട് ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ്. ചെറിയ ഡാമേജ് ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലീനിങ് സെറ്റ് വാങ്ങിയത്. ഇത് ആദ്യം വാങ്ങാൻ പോയപ്പോൾ അവർ ആദ്യം പറഞ്ഞതാണ്, മോളെ ഇത് വാങ്ങണം, ഇത് വാങ്ങിയാലേ കാര്യമുള്ളൂ, ഇത് ക്ലീൻ ചെയ്യുമ്പം ഇത് വേണം. പക്ഷെ ഐ വാസ് ലൈക്ക് നോ, ഇറ്റ്സ് ഓക്കെ, ഞാൻ എൻ്റെ ബൂട്ട്സ് അത്ര ഡേർട്ടി ആക്കുന്ന ആളല്ല. പക്ഷെ പിന്നെ മനസ്സിലായി നല്ലോണം വൃത്തികേടാവുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്താ ഉള്ളത്, പിന്നെ ഉള്ളതൊരു ഫോമിങ് സ്യൂത്ത് ആൻഡ് നുബുക്ക് ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. എന്തോ ഒരു ക്ലീനർ സാധനം. പിന്നെ ഒരു വാട്ടർ ആൻഡ് സ്റ്റെയിൻ പ്രൊട്ടക്ടർ ആണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ക്ലീൻ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിൽ ആക്ച്വലി ഞാൻ പിന്നെന്തോ ഒരു മായ്ക്കുന്ന സാധനമുണ്ട്. ഞാൻ ആക്ച്വലി ഇവരുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോഴും ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്ലീനിങ് വീഡിയോ ഐ കുഡൻറ്റ് റിയലി ഫൈൻഡ് എ ഗുഡ് ആക്യുറേറ്റ് ക്ലീനിങ് വീഡിയോ. അപ്പം ഇവരെനിക്ക് അവിടെ പോയപ്പം ആ സ്റ്റോറിൽ പോയപ്പം പണ്ട് പറഞ്ഞു തന്ന ഒരു ഓർമ്മ വെച്ചിട്ട് ആണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ബ്രഷ് എടുത്തിട്ട് ഈ ലെതർ ഭാഗം മൊത്തം ജസ്റ്റ് ഒരു ഡ്രൈ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നു. ഫുള്ള് അഴുക്കായില്ല ഞാൻ ഉപയോഗിച്ചിട്ട്. ഇത് ഫുള്ള് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബൂട്ട്സ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ഇറ്റ്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും, മനസ്സിന് ഭയങ്കര ഒരു സുഖം തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് റാബിറ്റ് ഫറാണ്. ഈ ഫറ് ഒരു കാരണവശാലും കണ്ണിൽ പോവരുത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്. എൻ്റെ നേറ്റീവ് ഫ്രണ്ട്സ് പറഞ്ഞു തന്നെയാണ്. ബിക്കോസ് അത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എരിയുകയും ചെയ്യും. പിന്നെ അത് തിരിച്ച് എടുക്കാൻ വേണ്ടി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് മാക്സിമം കണ്ണിൽ പോവാണ്ടിരിക്കാൻ ശ്രമിക്കണം എന്ന് എന്നെ വാൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി
ഇതിനകത്തുള്ള ഡയറക്ഷൻസ് പ്രകാരം ഇത് ഡയറക്റ്റായിട്ട് ഈ ഒരു ക്ലീനർ ഇതിനകത്തേക്ക് അടിക്കാൻ പാടില്ല. ഈ ഒരു ക്ലോത്തിലാണ് അടിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് രണ്ടായി മടക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് സ്പോട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. ഐ എം നോട്ട് സപ്പോസ് ടു ഡു സ്പോട്ട് ക്ലീൻ. Use a clean dry cloth to remove any excess dirt or moisture. Allow to dry, avoiding dry sunlight. Oh, okay. ഈ ഫറിൻ്റെ ഭാഗത്ത് ഒന്നും ചെയ്യരുത് എന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ലെതറിൻ്റെ ഭാഗത്ത് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇത് നമ്മൾ മര്യാദയ്ക്ക് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബൂട്ട്സാണ്. ദീസ് ആർ ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ ബിഫോർ, ദീസ് ആർ എ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൂട്ട്സാണ്. ബിക്കോസ് ഇറ്റ്സ് നാച്ചുറൽ ലെതർ ആൻഡ് ഫർ. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അപ്പോൾ നമ്മൾ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്, റൈറ്റ്? ആൻഡ് ഞാൻ പറയാലോ, ദീസ് ആർ ദ ബെസ്റ്റ് എവർ വിൻ്റർ ബൂട്ട്സ്. ഞാൻ ഈവൻ സിന്തറ്റിക് ആയിട്ടുള്ള ബൂട്ട്സ് എല്ലാം ഇവിടെ വന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ ആർ പ്രിറ്റി ഗുഡ്. ബട്ട് ഇത് പോലത്തെ ഒരു ബൂട്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആൻഡ് ഐ ആം പ്രിറ്റി മച്ച് ഷുവർ ഇനിയുള്ള വിൻ്ററിൽ എനിക്ക് സാധാരണ ഉള്ള ബൂട്ട്സ് ഇട്ടിട്ട് പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദീസ് ആർ ലൈക്ക് വെരി കംഫർട്ടബിൾ ബൂട്ട്സ്. സാധാരണ നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള സാധാരണ വിൻ്റർ ബൂട്ട്സ് ഇടുമ്പം ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ കാലിലെന്തോ ഇങ്ങനെ കുടുക്കി വെച്ചതുപോലെ. അതുകൊണ്ട് തന്നെ പുറത്തു പോകാൻ ഇഷ്ടമല്ല. ബട്ട് ഇത് വാങ്ങിച്ചതിന് ശേഷം ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഇതിട്ടിട്ട് പുറത്തൊക്കെ എത്ര വേണമെങ്കിലും നടക്കുക. നമ്മളുടെ കാലിൽ ഈ സാധനം നമ്മളൊരു സാധനം ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നൂല, അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ്. ദിസ് ഈസ് നോട്ട് തിക്ക് അറ്റ് ഓൾ. ഇത് ഭയങ്കര ലൂസാണ്. അപ്പോൾ വിചാരിക്കും അതെങ്ങനെ തണുപ്പ് താങ്ങും. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഫെറാണ്. അപ്പോൾ ഭയങ്കര വാമാണിത്. ഈ -40 -50 ഒക്കെ വരുമ്പം നല്ലൊരു തിക്ക് സോക്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഇതിടാൻ. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പം ഇതിങ്ങനെ ഈ ഒരു ക്ലീനർ വെച്ചിട്ട് മൊത്തം തുടക്കാം. ഓക്കെ, ഒരു ബൂട്ട്സ് അപ്പം നമ്മൾ സക്സസ്ഫുള്ളി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് വൃത്തിയാക്കിയ ബൂട്ട്സ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ബട്ട് ഇഫ് യു റിയലി നോട്ടീസ് ദിസ് വൺ ലുക്സ് എ ലിറ്റിൽ ലൈറ്റർ. ദിസ് വൺ കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായ പോലെ എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഇനി വൃത്തിയാക്കിയ ബൂട്ട്സിൻ്റെ മേലെ നമുക്ക് ഈ ഒരു വാട്ടർ ആൻഡ് സ്റ്റെയിൻ പ്രൊട്ടക്ടർ അടിക്കണം. ബട്ട് അത് ഈ ഒരു ക്ലീനർ യൂസ് ചെയ്തിട്ട് മൊത്തം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ അത് അടിക്കാൻ പറ്റൂ. അപ്പം ഐ എം ഗോയിങ് ടു ലെറ്റ് ദിസ് വൺ ഡ്രൈ. ബ്രഷൊക്കെ ഫറിലിട്ട് നല്ലോണം വൃത്തിയായി. ഇതിനകത്തുള്ള ഈ ഒരു ബീഡ് വർക്ക് ഉണ്ടല്ലോ, അതെല്ലാം ചളി പിടിച്ചിട്ടാണ് ഉണ്ടായേ. ദിസ് വൺ ഫുള്ള് ചളിയാണ്. ഇതിൻ്റെ ബീഡ്സിൻ്റെ മേലെല്ലാം എന്തുണ്ട്, ചളിയുണ്ട്. അപ്പം നമുക്ക് ഈ ബൂട്ട്സ് കൂടി വൃത്തിയാക്കാം. ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടിയത് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന്. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുക. അപ്പം എൻ്റെ 2 ബൂട്ട്സും വൃത്തിയാക്കി വെച്ചു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ ആൻഡ് സ്റ്റെയിൻ പ്രൊട്ടക്ടർ ഒരു സ്പ്രേ നമ്മൾ അടിക്കണം. എന്നിട്ട് 24 hours ഇതിനെ ഡ്രൈ ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ പെട്ടിയുണ്ട്, ഇതിൻ്റെ തന്നെ പെട്ടിയാണ്, അത് നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് എടുത്ത് വെക്കുന്നു, കബോർഡിൽ വെക്കുന്നു, അടക്കുന്നു, ഫിനിഷ്. അപ്പം ഇത് നമുക്ക് മെയിനായിട്ട് ലെതറിലാണ് അടിക്കേണ്ടത്, ഫെറിൽ അടിക്കണ്ട. വാരി പൂശാനാ? ആകാശ് പ്രദീപ് ഉണ്ട്. ആകാശ് പ്രദീപ് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്.
എന്നാ മീനായിനെന്നാ മോർ കോൺസെൻട്രേഷൻ ലെതറിൽ. ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ ബൂട്ട്സ് ഉണക്കാൻ വെക്കരുത് എന്നാണ് അതിനകത്ത് എഴുതിയ ഇൻസ്ട്രക്ഷൻ. മീനിന് ഉപ്പില്ല എന്നാ എനക്ക് തിന്നപ്പോ തോന്നി മീനിന് ഉപ്പില്ലാന്ന്. പ്രാവ് പറന്നു പോയി. ഇത് ആകാശേട്ടന്റെ ഹണ്ടർ ബൂട്ട്സ് ആണ്. ഇതിന് ഹണ്ടർ എന്നാണ് പറയാ. അതും വൃത്തിയാക്കിയിട്ടുണ്ട്. വെൽക്കം. ഇപ്പൊ 2 ബൂട്ട്സും നമ്മൾ വൃത്തിയാക്കി. ബൂട്ട്സ് നമ്മൾ വൃത്തിയാക്കി. ഇനി അടുത്തത് ജാക്കറ്റ് ആണ് വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പം ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ ക്ലീൻ ഡ്രൈ ക്ലോത്ത് ആൻഡ് ഈ പാത്രത്തിൽ ഐ ഹവ് മിക്സ്ഡ് വാം വാട്ടർ പിന്നെ ഡിറ്റർജൻറ്റ്, നോർമൽ ലൈക്ക് ഡിറ്റർജൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് വൃത്തിയാക്കുക. അത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഭയങ്കര എക്സ്പെൻസീവ് ജാക്കറ്റാണ്. ഇത് എന്താ പറയുക, വാഷിംഗ് മെഷീനിലെല്ലാം ഇട്ട് അലക്കാൻ എനിക്കൊരു പേടി. ഒന്നും ആവൂല, പക്ഷെ എന്നാലും ഞാൻ പണ്ട് കോസ്കോന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ $100 ഒരു ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പട്ടി വിലയായിരുന്നു ആ ജാക്കറ്റ് കണ്ടത്. നിങ്ങൾ ഓർമ്മയില്ല ജാക്കറ്റ്? ഓ, അത് ചിന്തിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ആ കറുത്ത ജാക്കറ്റ് വെളുത്ത ജാക്കറ്റായി മാറിയ ഒരു കറുത്ത ജാക്കറ്റാണത്. പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ജാക്കറ്റാണ്. കാരണം ഇത് എറിറ്റ്സിയ പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ജാക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇതൊരു 5 കൊല്ലെങ്കിലും ഓടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒന്നും ചിരിക്കുന്നില്ലേ അത് കേൾക്കുമ്പോൾ? ഇല്ല, നമ്മൾ പുതിയൊരു $500 കൊടുത്ത ജാക്കറ്റ് ഒന്നും വാങ്ങൂല. ഇവിടെയല്ല എനിക്ക് എപ്പോഴും ഞാൻ മേക്കപ്പ് ഇടുന്നതുകൊണ്ട് കറക്റ്റ് ഈ നെക്കിൻ്റെ ഇവിടെ എപ്പോഴും മേക്കപ്പ് ആവും. അപ്പോൾ ഞാൻ എപ്പോൾ മേക്കപ്പ് ഇട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാലും ഈ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് റിമൂവിങ് വൈപ്പ് ഉണ്ട്, അതെടുത്തിട്ട് ഈ ഒരു ഭാഗം അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് കളയും. അതുകൊണ്ടാണ് അത്ര കച്ചറ ഇല്ലാത്തത്. ഇനി നമുക്കിത് മൊത്തം ഇങ്ങനെ മേലിന് താഴെ വരെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ കാണുന്നില്ല. ഇതെന്ത് കിടിലൻ ജാക്കറ്റാണെന്ന് അറിയോ? $500 കൊടുത്താൽ എന്താ കിടിലൻ ജാക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എന്ത് ഗൂസ് ഫെൽട്ടോ അങ്ങനത്തെ എന്തോ സാധനമാണെന്നാ തോന്നുന്നത്. ഗൂസ് അല്ല ഇതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ട്, ഞാൻ വായിച്ചതാ. എന്ത് അതിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കണമല്ലോ. ഇത് കണ്ടോ? എൻ്റെ കാണുന്നുണ്ടോ എല്ലാവർക്കും? എൻ്റെ സൂപ്പർ പഫ് ജാക്കറ്റാണിത്. സൂപ്പർ പഫ്. ഇതിൽ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് എനിക്കറിയാം. ഇതോടെ എഴുതിയിട്ടുണ്ടാവാ. ഗൂസ് ഡൗൺ ഫിൽ. ഞാൻ പറഞ്ഞില്ലേ, ഗൂസ് ഡൗൺ ഫിൽ ഉണ്ട് ഇതിനകത്ത്, കാണും. അതായത് ഗൂസിന്റെ പപ്പും കൂടെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും. ഇനി എന്താ ചെയ്യാനുള്ള? ഓൾമോസ്റ്റ് എല്ലാം വൃത്തിയായി. ഇനി ഇതൊരു 24 hours നമുക്ക് ഉണക്കാൻ വെക്കണം. ഞാൻ പറഞ്ഞ ആ ഒരു കറുത്ത ജാക്കറ്റ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ഞാൻ കാനഡയിൽ വന്നപ്പം ആദ്യം ഞാൻ ഇട്ട ജാക്കറ്റ്. ഇവിടെ നമുക്ക് കാണുന്നുണ്ടോ? ഇതാണ് ആ ജാക്കറ്റ്. കണ്ടോ? അടിപൊളി ജാക്കറ്റ് അല്ലേ? വളരെ മോശം കണ്ടീഷനിലാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു നെക്കിൻ്റെ ഏരിയ നിറയെ മേക്കപ്പ് സ്റ്റെയിന് കൊണ്ടിങ്ങനെ നിറഞ്ഞ് ഞാനൊരിക്കലും അത് വൃത്തിയാക്കല്ലേനോ. ഇത് ഞാൻ കോസ്കോന്ന് പണ്ട് വാങ്ങിയ ജാക്കറ്റാണ്. അപ്പോൾ ഇതാണ് ഈ ജാക്കറ്റിൻ്റെ അവസ്ഥ. അപ്പം ബൂട്ട്സ് ക്ലീൻ ചെയ്തു, ജാക്കറ്റ് വൃത്തിയാക്കി. ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ വാർഡ്രോബിൻ്റെ അകത്തുള്ള ഈ സ്വെറ്ററും സാധനങ്ങളെല്ലാം നമുക്ക് പെട്ടിയിലാക്കി വെക്കണം.
കാരണം വിൻ്റർ കഴിഞ്ഞല്ലോ, ഇനി അടുത്ത വിൻ്ററിന് എടുത്താൽ മതി. അപ്പം സമ്മർ ക്ലോത്ത്സ് എല്ലാം എടുത്തു വെക്കും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അല്ലെങ്കിൽ എൻ്റെ ചെറിയ വാർഡ്രോബ് സ്പേസ് ആണ്, ഒരുപാട് സ്ഥലമൊന്നുമില്ല എല്ലാ സാധനങ്ങളും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് സമ്മർ ആകുമ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ നാട്ടിൽ പോയപ്പം ഐ ആക്ച്വലി ഗോട്ട് ഫ്യൂ ഡ്രസ്സസ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് പെട്ടിയിലെടുത്ത് വെക്കാം. ഇത്രയും ഡ്രസ്സസാണ് നമ്മൾ നാട്ടിൽ പോയപ്പം വാങ്ങിയത്. ഇത് സൂപ്പർ ഡ്രൈ, മോസ്റ്റ് ഓഫ് ദ ഡ്രസ്സസ് ഫ്ലോറൽ ഡ്രസ്സസ് ആണ് വാങ്ങിച്ചത്. ഇത് സൂപ്പർ ഡ്രൈ എന്നാണ് വാങ്ങിച്ചത്. ഇതൊരു റാപ്പ് എന്താ പറയുക, റാപ്പ് അറൗണ്ട് ഡ്രസ്സാണ്. അപ്പം ഞാൻ എത്ര തടിച്ചാലും എനിക്കിത് ഇടാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് പിന്നെ ഇത് എവിടെ നിന്നായിരുന്നു, വെസ്റ്റ് സൈഡ്. ഇതിനകത്തുള്ളൊരു 4 ഡ്രസ്സ് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. ഇത് ഭയങ്കര ഇതിൻ്റെ ഒരു പഫി കൈയൊക്കെയാണ്. പഫി എന്നല്ലേ പറയാ, എല്ലാം ഞാൻ വിശ്വസിച്ചിട്ട് ഇങ്ങനെയല്ലേ പറയാ അങ്ങനെയല്ലേ പറയാ. ഇതൊരു മിനി ഒരു ഡ്രസ്സാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു തരാം. എന്താ ഈ ആകാശമായിട്ട് ടി വിയിൽ പ്ലേ ചെയ്യുന്ന സിംസൺസോ കാർട്ടൂൺ. പിന്നെ ഈ ഒരു ബ്രൗൺ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്, വെരി പ്രിറ്റി ഡ്രസ്സ്. പക്ഷെ ഇത് റാപ്പ് അറൗണ്ട് ഡ്രസ്സൊന്നുമല്ല, അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ടൈ പോലത്തെ സാധനമുണ്ട്. ഇത് പിന്നെ ദിസ് ഈസ് ഫ്രം സുഡിയോ. ഇത് ഞാൻ ആക്ച്വലി വീട്ടിലിടാൻ വാങ്ങിയൊരു ഡ്രസ്സാണ്, വെരി കംഫി ഡ്രസ് ആണോ, ഒന്ന് പുറത്തു വിടാം. പിന്നെ ഇതും ഒരു സമ്മർ ഡ്രസ്സാണ് ഫ്രം വെസ്റ്റ് സൈഡ്. എല്ലാം സ്പ്രിങ് ആ ഒരു വൈബല്ലേത്. പിന്നെ ഇത് ഒരു പ്ലെയിൻ ആണ്, കൂട്ടത്തിൽ ഇത് മാത്രമേ ഒരു പ്ലെയിൻ ഉള്ളൂ. ഇതൊരു കുറച്ചൊരു ലോങ് ഡ്രസ്സാണ്, മറ്റുള്ളതിനേക്കാളും കുറച്ചൊരു ലോങ് ആണ്. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെരി കംഫർട്ടബിൾ ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്പ്രിങ് സമ്മർ കളക്ഷനിലുള്ള ഡ്രസ്സുകൾ. ഇനി ഇതെല്ലാം എടുത്ത് വാർഡ്രോബിൽ വെച്ച് വാർഡ്രോബ് അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ പരിപാടി കലാസ്. എന്താണ്, ഇവിടെ എല്ലാം ഫിറ്റ് ചെയ്തു. നമ്മൾ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് പെട്ടിയിൽ വെച്ചു. ഇനി നമുക്കിത് അടക്കാം. അപ്പം നമ്മളുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമ്മളിന്ന് എന്തൊക്കെയോ ചെയ്തു, പ്രിറ്റി ഗുഡ്. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് എന്തെങ്കിലും ഇടണം, എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. എല്ലാവരും ബൈ പറ, ഇവിടെ വാ, എനർജറ്റിക് ആയിട്ട് ബൈ പറയണം. ഓക്കെ ഓക്കെ, 1 2 3 ബൈ. ഫ്ലൈങ് കിസ് കൊടുത്തില്ല, ഫ്ലൈങ് കിസ് കൊടുക്ക.